കേരള വാട്ടർ അതോറിറ്റിയിൽ ഗ്രേഡ് 3 എക്സാം കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നു. വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ കൂടെ തന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു പോസ്റ്റും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മുടെ തസ്തികയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം? മെക്കാനിക്കലും അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എ എക്സാമിന്റെ പോസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈ സാലറിയോട് കൂടെ തന്നെ നോക്കിയ വർക്ക് ആ ഒരു രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ PSCയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഡേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി എന്തൊക്കെയാണ് ഈ ഒരു വാട്ടർ അതോറിറ്റി എയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞു പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ തന്നെ നമുക്കറിയാം ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നത് കൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നോക്കി ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, ആദ്യം തന്നെ നോക്കിയ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി നോക്കേണ്ട കാര്യമില്ല. യെസ്, ഒരു പ്രീവിയസ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ യെസ് കട്ട് ഓഫ് നോക്കി ആ കട്ട് ഓഫിന് അടുപ്പിച്ച് നിങ്ങൾ മാർക്ക് വാങ്ങിക്കൊണ്ട് നോക്കി ആ ലിസ്റ്റിലേക്ക് നമ്മൾ ഇനി നടക്കാൻ പോകുന്ന എക്സാമിലേക്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുമെന്ന ഒരു വ്യാമോഹവും ആർക്കും വേണ്ട. നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിൽ കൃത്യമായി തന്നെ അതിന്റെ ചേഞ്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു, ട്രെൻഡുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് അതിൽ വളരെ ക്ലിയർ ആയി തന്നെ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഏറ്റവും നിർബന്ധമായിട്ട് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. യെസ്, അതിലെ നോക്കി ഇതുവരെ ടിൽ ദ ഡേറ്റ് നമുക്ക് പോയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസിന്റെ എണ്ണം അത് 166 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഓർത്ത് വെച്ചോളൂ. 166 പേർക്ക് അഡ്വൈസ് പോയിട്ടുള്ള ഒരു പ്രീവിയസ് ലിസ്റ്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ലെവൽ എക്സാം ആകുമ്പോൾ ഈ രീതിയിൽ വരുന്ന ഇത്രയും നോക്കിയ നമ്പേഴ്സിൽ വരുന്ന അഡ്വൈസുകളുടെ എണ്ണം നോക്കിയിരുന്നു 200 മുകളിലേക്ക് പോകാനുള്ള സാധ്യത പ്രീവിയസ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അതിനൊരു കാരണം കൂടെ പറഞ്ഞിരിക്കാം. യെസ്, നോക്കി അതിന്റെ ക്യാൻസലേഷൻ ഡേറ്റ് വരുന്നത് 2026 നോക്കിയ സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഈ ലിസ്റ്റ് ക്യാൻസൽ ആയി പോകുക. അതുവരെ ലിസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ 166 എന്നുള്ള നമ്പറെ നോക്കി മാർച്ച് മാസം കഴിയുമ്പോഴേക്കും അവിടേക്ക് റിട്ടയർമെന്റ് ഒക്കെ വരുന്നതുകൊണ്ട് കൂടുതൽ വേക്കൻസികൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ആൾക്കാർ അവിടേക്ക് പോസ്റ്റ് ചെയ്യപ്പെടാം. 200-ൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പോസ്റ്റ് ആകുമ്പോൾ ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോഴും ഇതേ ട്രെൻഡ് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് വരുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയിക്കോളാം. ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിലുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ നോക്കിയ മെക്കാനിക്കലും അതുപോലെ സിവില് നോക്കിയ കെമിക്കൽ കഴിഞ്ഞ ആൾക്കാർ വരുന്നതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള നോക്കി ഇതൊരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സാമിലേക്ക് മാറുമ്പോൾ നോക്കി PWD അതുപോലെ നോക്കി സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം PWD വരുന്നുണ്ട്, നോക്കി ഇറിഗേഷനിൽ വരുന്നുണ്ട്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് എക്സാമുകൾ LSD എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് വിളിച്ചത് കൊണ്ട് തന്നെ അതിലേക്ക് യെസ് ആർക്കെങ്കിലും പോസ്റ്റിംഗ് കിട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് മാറുന്ന ഒരു ട്രെൻഡ് അവിടെ ഇനി വരുന്ന ലിസ്റ്റിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ ഒരു നമ്പറിൽ തന്നെ അല്ലെങ്കിൽ നോക്കി ഈ പ്രീവിയസ് പോയിട്ടുള്ള ആ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ തന്നെ അഡ്വൈസുകൾ ഇനി വരാൻ വേണ്ടി പോകുന്ന പുതിയ ലിസ്റ്റിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. അതുപോലെ തന്നെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോക്കി നമ്മൾ പഠിക്കേണ്ട സമയമാണ് നമ്മൾ മുന്നിലുള്ളത്. ഓർത്ത് വെച്ച് പഠനം തുടങ്ങിക്കോളാം. പിന്നീട് യെസ്, നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ വരുന്നത് 706/2025 ആണ്. അതുകൂടാതെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നോക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ലാസ്റ്റ് ഡേറ്റ് 4/2/2026 യെസ്, ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ മാത്രമാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എക്സാം സ്ലോട്ടും കൂടെ PSC നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസം തൊട്ട് നവംബർ മാസം വരെയുള്ള ഡേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം നോക്കി എക്സാം കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടക്കുന്ന ഈ എക്സാം നടക്കുന്നതായിരിക്കുക. അത് സെപ്റ്റംബർ 1-നാണ് എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ. നാളത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇന്ന് മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പൊ അതിനുവേണ്ടി നോക്കി അവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രേഡുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലേ. യെസ്, അതിൽ തന്നെ യെസ് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 3 ഡിഫറെന്റ് ട്രേഡുകൾ അവിടെ പഠിക്കാനുണ്ട്. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാർക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ നോൺ സിവിൽ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ യെസ് അവിടെ എന്തുണ്ടാകും, ഈ പറഞ്ഞ രീതിയിൽ സിവിൽ പഠിക്കേണ്ടതായിട്ടുണ്ടാകും, കെമിക്കലും പഠിക്കേണ്ടത് നോക്കി. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരുമ്പോൾ അതാത് രീതിയിൽ പഠിച്ചു പോകണം. എല്ലാത്തിന്റെയും വെയിറ്റേജ് ഒന്ന് ഓർത്ത് വെച്ചോളാം. സിവിൽ ആകുമ്പോൾ 25 ആണ്, മെക്കാനിക്കൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, കെമിക്കൽ 25 ക്വസ്റ്റ്യൻസ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കണം നോക്കി ലെവൽ എക്സാം ആണ്. ആണെന്ന് പറയുന്ന സമയത്ത് നമുക്ക്
നമുക്കറിയാം അവിടെ നമുക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ് അല്ലേ, നമുക്കറിയാം. യെസ്, എല്ലാവരിലേക്കും നോക്കി വാട്ടർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് വരുന്ന ഒരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളെ കൃത്യമായി സേവിക്കാൻ പാകത്തിലേക്ക് അവിടെ നമുക്ക് ആ ജോബിനെ കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ റിലേറ്റഡ് ആയ ടോപ്പിക് കൂടെ അവിടെ പഠിക്കാനുണ്ടായിരിക്കും. അതിൽ നിന്ന് 25 മാർക്കിന്റെ വെയിറ്റേജ് കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ നമുക്ക് 100 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ 4 മൊഡ്യൂളായി 4 പാർട്ടുകളായിട്ട് സിവില്, മെക്കാനിക്കല്, കെമിക്കല്, ജോബ് റിലേറ്റഡ് ടോപ്പിക് എന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. യെസ്, അത് 100 മാർക്ക് നോക്കി 100 മാർക്കിൽ നിന്ന് നോക്കി എല്ലാ ട്രേഡിൽ നിന്നുള്ള നോക്കി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രീവിയസ് നടന്ന എക്സാമിലും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ യെസ്, നമുക്ക് ഇവിടുന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരുന്ന 25 മാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് അവിടെ സിലബസിലായിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളാം. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ടാവുക എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. യെസ്, ഫസ്റ്റ് ഇയർ ബിടെക്കിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ EM എന്ന പേരിൽ നോക്കിയ ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്ലി ഒക്കെ നിങ്ങൾ അടിച്ച് വാങ്ങി കൂട്ടിയിരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് ഇവിടെ 3 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിരിക്കുക. അവിടെ ഫോഴ്സ് എന്താണ്, ഫോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾ അവിടെ കൺസെപ്റ്റ് പഠിക്കുക. നിങ്ങളുടെ A-level എക്സാമിലേക്ക് പോകുമ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി അവിടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ പഠിക്കുന്ന തിയറി വെച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായി ആൻസർ ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങൾ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല റാങ്കിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ നോക്കിയ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് റിജിഡ് ബോഡി, ഫോഴ്സുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് റിജിഡ് ബോഡി, എന്താണ് ഡീഫോമഡ് ബോഡി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് എന്താണ്, നോക്കി ആ സിസ്റ്റം ഓഫ് ഫോഴ്സിൽ വരുന്ന കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം എന്താണ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്തായിരിക്കും, നോക്കി റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്, കപ്പിൾ സിസ്റ്റം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം ഒരു റിജിഡ് ബോഡിയുടെ ഈക്വലിബ്രിയം സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ടാകും. ദെൻ ഫ്രീ ബോഡി ഡയഗ്രാം, അതിന്റെയൊക്കെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചുകൊണ്ടുള്ള ഫിഗറുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോകണം. അതുപോലെ തന്നെ നോക്കി 2 ഡയമെൻഷൻ ആകുമ്പോഴും അതിന്റെ ഈക്വലിബ്രിയം കണ്ടീഷൻ എന്താണ്, അത് 2 ഫോഴ്സ് ആകുമ്പോഴും 3 ഫോഴ്സ് മെമ്പേഴ്സ് ആകുമ്പോൾ എന്താണ് ഫോഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്കിവിടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാനുള്ളൂ. നിങ്ങൾ നോക്കി നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ നോക്കി മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതുപോലെ നോക്കി ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ട് നമ്മുടെ ആ ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. നോക്കി ആ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഫോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് 3 മാർക്കിന്റെ വെയിറ്റേജോട് കൂടെ 3 ക്വസ്റ്റ്യൻസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്കാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്നത് ദാറ്റ് ഈസ് മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മെറ്റീരിയലിൽ നിന്ന് 2 മാർക്കിന് വെയിറ്റേജ് വരാം, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് 2 മാർക്കിന് വെയിറ്റേജ് വരാം. നോർമലി അങ്ങനെ വരേണ്ടത്. ഇല്ലാത്ത പക്ഷം മെക്കാനിക്സ് സോളിഡ്സ് എന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ 3ഉം 1 എന്ന രീതിയിൽ വരാം. ഇല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് 4 മാർക്കും അല്ലെങ്കിൽ 3ഉം 1 എന്ന രീതിയിൽ വരാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതിലെ ഡയഗ്രാംസ് കുറച്ചധികം ഫേസ് ഡയഗ്രാംസ് പഠിക്കാണ്ടാകും. ദാറ്റ് മീൻസ് അവിടെ ടി കർവ് എന്ന് പറയുന്നത് മെക്കാനിക് കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ നമുക്കറിയാം നോക്കിയേ SM എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മെക്കാനിക്സ് സോളിഡ്സ് എന്ന് പറയുന്ന SM എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന്റെ ബേസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി SM-ന്റെ കാര്യങ്ങളിലേക്ക് വരണം. അവിടെ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക, ഹുക്സ് ലോ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോക്കി അവിടെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ പഠിച്ചു പോകണം. അവിടെ നിന്ന് സ്ട്രെസ്സിന് സ്ട്രെയിനിന്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എന്താണ് പോയിസൺസ് റേഷ്യോ, എന്താണ് ബൈആക്സിയൽ ട്രൈആക്സിയൽ ഡിഫോർമേഷൻസ് ആണ്, ബൾക്ക് മോഡുലസ് എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ ദ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി ഒരു ബിടെക് ലെവലിലേക്കുള്ള കാര്യങ്ങൾ അവിടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടാകും. കൺസെപ്റ്റ് ബേസ്, തിയറി ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചുകൊണ്ട് മാക്സിമം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന ടോപ്പിക് അവിടെ നമുക്കറിയാം നോക്കിയാൽ കൃത്യമായി തന്നെ മൊഡ്യൂൾ 3 വരുന്ന മെക്കാനിക്സ് ഓഫ് ഡൈനാമിക്സ് ഓഫ് മെഷീൻ എന്ന് പറയുന്ന ഡോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷോർട്ട് ഫോമിലാണ് നമ്മൾ അതിനെ സബ്ജക്റ്റിനെ പറയാറുള്ളത്. അതിൽ 6 മാർക്കാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ കൃത്യമായി തന്നെ എന്താണ് ഗിയർ, ആ ഗിയറിന്റെ ടെർമിനോളജി എന്താണ്, ഗിയറുമായി ബന്ധപ്പെട്ട് വരുന്ന
ഫുൾ കംപ്ലീറ്റ് ആയുള്ള കാര്യങ്ങൾ അത് ബിടെക് ലെവലിലേക്ക് കുറച്ചും കൂടെ നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസിന്റെ കൂടെ ചെറിയ ചെറിയ നോമിക്കൽ പ്രോബ്ലംസ് കൂടെ നമുക്ക് അവിടെ പഠിക്കാനുണ്ടാകും. അതിനുശേഷം നോക്കിയേ വൈബ്രേഷൻ എന്ന് പറയുന്ന നോക്കിയേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു സബ്ജക്റ്റും കൂടെ അവിടെ പഠിക്കാനുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന മൊഡ്യൂളെ നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചോളാം. ഇതിന്നായിരിക്കും റാങ്ക് മേക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. കാരണം കുറച്ചൊന്ന് കാര്യങ്ങൾ നമുക്ക് ഇൻ ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇവിടെ ഉണ്ടാവുക. നമുക്ക് ഒരു നോൺ മെക്കാനിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവരും നോക്കിയ സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും കെമിക്കൽ പോലും ഫ്ലൂയിഡ് മെക്കാനിക്സ് പറയുന്ന ടോപ്പിക് അവിടെ പഠിക്കാറുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സും ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കെമിക്കൽകാർക്ക് അവിടെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. മെക്കാനിക്കൽകാർക്ക് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന ടോപ്പിക്കിൽ നിന്നും അതിലെ കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാം. അതേ തന്നെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് കൂടെ അവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും. ഫ്ലൂയിഡ് മെക്കാനിക്സിന് കൂടെ ഹൈഡ്രോളിക് മെഷീൻസിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. നോക്കി ടർബൈൻസും അതുപോലെ തന്നെ പമ്പിന്റെ കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കി പഠിക്കാനുണ്ടായിരിക്കും. ദെൻ അവിടെ ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ പറയുന്ന 3 മോഡലായിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും ഓർത്തിരിക്കുക. ദെൻ നോക്കി അവിടെ നമുക്ക് 3 മാർക്കാണ്. അവിടെ ഓരോന്നായിട്ട് വരാൻ സാധ്യത ഉണ്ടായിരിക്കുക. ഫ്ലൂയിഡ് മെക്കാനിക്സ് 3 മാർക്ക് 3 ക്വസ്റ്റ്യൻസ്, അതുപോലെ ഹീറ്റ് ട്രാൻസ് 3 മാർക്ക് 3 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലേക്കായിരിക്കും വരാൻ സാധ്യത കൂടുതലുള്ളത്. അതിനുശേഷം നമുക്ക് അവിടെ വരുന്ന മൊഡ്യൂൾ 5 പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും അതുകൂടെ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ എന്ന സബ്ജക്ട് അവിടെ നമുക്ക് വളരെ കോർ ആയിട്ട് നമ്മൾ മെക്കാനിക്കൽ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ്. അവിടെ നിന്ന് ഒരുപാട് തിയറികൾ വാസ്റ്റ് ആയി കിടക്കുന്ന തിയറികളാണ് അവിടെ ഉണ്ടായിരിക്കുക. അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത പറയുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കി കംപ്ലീറ്റ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 3 മാർക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയി കിടക്കുന്ന സിലബസാ. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഇവിടെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്ന പ്രൊഡക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന മെഷീൻ ടൂളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മെഷീൻ ടൂൾ എന്ന് പറയുമ്പോൾ മില്ലിംഗ് എന്താണ്, ഗ്രൈൻഡിങ് എന്താണ്, ഷേപ്പിംഗ് എന്താണ്, ഡ്രില്ലിംഗ് എന്താണ്, വെൽഡിംഗ് എന്താണ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ടേണിംഗ് എന്താണ്, ലെയ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ അല്ലേ. അപ്പോൾ അതെല്ലാം അവിടെ പഠിക്കാനുണ്ടാകും. ദെൻ അടുത്തത് നമുക്ക് അവിടെ കൃത്യമായി തന്നെ ടിഗ്, മിഗ്, വെൽഡിംഗ്, ദെൻ CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ഓഫ് മെഷീൻസിന്റെ കാര്യങ്ങളും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ടാവും. അപ്പോൾ 6 മാർക്ക് എന്ന് പറയുന്നത് ചെറിയ മാർക്കായിട്ട് കാണണ്ട. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇവിടുന്ന് ആ 3 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ വെയിറ്റേജ് നിങ്ങളെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ 25 എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട്. സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും കെമിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും എല്ലാം കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് മെക്കാനിക്കൽ ഉണ്ട്. അതായത് സിവിൽ കഴിഞ്ഞ ആൾക്കും കെമിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മെക്കാനിക്കൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ട്രേഡുകൾ നോക്കിക്കഴിഞ്ഞാലും സിവിൽ കഴിഞ്ഞ ആൾക്കാരിലേക്ക് നമുക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് പഠിച്ച അല്ലെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാലം അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ കെമിക്കൽ നോക്കുന്ന സമയത്തും അവിടെ ഉണ്ടാകും. അപ്പം ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് നമ്മളിത് പഠിച്ചു പോകാനായിട്ട് ഇന്നു മുതൽ തന്നെ ശ്രദ്ധിക്കുക. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു കാര്യവുമില്ല. നന്നായി തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ 25 മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കല് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നല്ല റാങ്കിലെത്തി ആദ്യത്തെ അഡ്വൈസിൽ നിങ്ങളുടെ പേര് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വെയിറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയർ മെക്കാനിക്സ് 3 മാർക്കാണ്. മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് മൊഡ്യൂൾ 2 വരുന്ന 4 മാർക്കും മൊഡ്യൂൾ 3 നിന്ന് 6 മാർക്കും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 6 മാർക്ക് 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് മാത്രം 6 മാർക്ക്. ടോട്ടൽ നമുക്ക് 25 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് കേരള വാട്ടർ അതോറിറ്റി AE എന്ന് പറയുന്ന നമ്മളെ ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിക്കാൻ പാകത്തിലേക്ക് സൈലന്റ് ടെക്നിക്കലിൽ നിങ്ങൾ ഓർത്തിരുന്നോളാം. മെക്കാനിക്കൽ, കെമിക്കൽ, ജോബ് റിലേറ്റഡ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് അതായത് മെക്കാനിക്കൽ 25 മാർക്ക്, കെമിക്കലിൽ നിന്ന് 25 മാർക്ക്, ജോബ് റിലേറ്റഡ് ടോപ്പിക്കിൽ നിന്ന് 25 മാർക്ക്, അങ്ങനെ ടോട്ടൽ നമുക്ക് 75 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ഈ 3 പാർട്ടുകൾ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് സൈലന്റ് ടെക്നിക്കലിൽ നമ്മളെ ജോബ് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓർത്ത് വെച്ചോളാം. ഫെബ്രുവരി 10-നാണ്. ഫെബ്രുവരി 10-നായിരിക്കും നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക.
ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ നോക്കി. ഫെബ്രുവരി 10 നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും ഫ്യൂച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചിലേക്ക്, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക് ആയിക്കോട്ടെ, 25 മാർക്കിന്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് ആയിക്കോട്ടെ, 25 മാർക്കിന് അത് കംപ്ലീറ്റ് ആയിട്ട് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കുക. അതിന്റെ കൂടെ തന്നെ ഈ പ്രീ റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഡിസ്കഷൻസ്, നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർത്ത് വെക്കാൻ പാകത്തിലേക്ക് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിയാൽ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എത്തിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഡിസ്കസ് ചെയ്യാൻ പാകത്തിലേക്ക് യെസ് ലൈവ് സെഷൻസും നമ്മൾ ഈ പറയുന്ന കെമിക്കലിലും ജോബ് റിലേറ്റഡ് ടോപ്പിക്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കൂടാതെ മെക്കാനിക്കൽ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ലൈവ് ആയിട്ട് ഒരു ബാച്ച് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കുക. കംപ്ലീറ്റ് ലൈവ് ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ 25 മാർക്കാണ്. യെസ്, ആ 25 മാർക്ക് നിങ്ങളിലേക്ക് ലൈവ് ആയിട്ട് തന്നെയായിരിക്കും എത്തിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പ് തരുന്നു. അതിൽ തന്നെ ഓർത്തു വെക്കാം, യെസ് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന ഫീസ് എന്നത് വെറും നോക്കി 4,999 രൂപ മാത്രമാണ്. യെസ് നോക്കി, നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്കൊക്കെ എത്തിക്കൊണ്ടേ നിങ്ങൾ ആ ഒരു നോക്കി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കി അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ കൂടുതലായിട്ടുള്ള നോക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് യെസ് എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ കൂടിക്കോളാം. നോക്കി സൈലന്റ് ടെക്നിക്കൽ നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം യെസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക നമുക്ക് ഫെബ്രുവരി 10 അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.